പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-15 ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-15. ആമേൻ. എടുത്തവർ വേഗത്തിൽ വായിച്ചോ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയക്കുവാൻ അവന് മനസ്സില്ല. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണാൻ നദീതീരത്തു നിൽക്കണം. സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്തുകൊള്ളണം. അവനോട് പറയേണ്ടതെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. നീ ഇതുവരെ കേട്ടില്ല, ഞാൻ യഹോവ എന്ന് ഇതിനാൽ നീ അറിയും. ഇന്ന് പകലിൽ ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ആത്മാവിലേക്ക് ഇറങ്ങി വരുവാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവ എന്ന് 7-14 തന്നെ, 14 മുതൽ 1. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. എന്തിനാണ് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നു, ശത്രുവിന്റെ ഓട്ടം പ്രയാസമാക്കും, അവന്റെ രഥചക്രങ്ങളെ താറുമാറാക്കും, അവന്റെ കെറുവം അടങ്ങും. ഇതിനെയൊക്കെ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ശത്രുവിന്റെ കെറുവം അടങ്ങണം, അവന്റെ ഓട്ടം പ്രയാസമാകണം, അവന്റെ രഥചക്രങ്ങൾ താറുമാറാകണം. ഹല്ലേലൂയ. ചില ശത്രുവിന്റെ രഥചക്രങ്ങൾ ഇന്ന് പൽക്കാലം ഈ ഹോളിനകത്ത് ആരാധിക്കുമ്പോ, ഈ ബെഗസ്ത ഹോസ്പിറ്റൽ മിനിസ്ട്രി ചർച്ചിനകത്ത് ആരാധിക്കുമ്പോ ചിലതൊക്കെ പൊട്ടി മാറിയിട്ട് അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവൻ പിടിച്ചു വച്ച ചിലതിനെ വിട്ടുതരാൻ കഴിയാതെ അവൻ ഇന്ന് പകലിൽ ആയിരിക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പറ, എന്റെ ജനത്തെ വിട്ടുതരുവാൻ ഹല്ലേലൂയ മോശ എന്ന ഒരു ഭക്തനെ ദൈവമായി സ്വീകരിക്കുന്നു. ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്. നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരുമെങ്കിൽ ചിലരുടെ അകത്തുനിന്ന് പുതിയ അഭിഷേകം കർത്താവ് പകരാൻ പോകുന്നു. ചില പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു നിറയ്ക്കാൻ പോകുന്നു. ചില തുരുത്തികൾ ഇന്ന് പൽക്കാലം നിറയാൻ പോകുന്നു. പോരെ പോരെ പോരെ. എല്ലാവരും ആരാധിക്ക്. ഒരു വ്യക്തി പോലും മൗനമായിരിക്കരുത്. നിങ്ങൾ വായി കൊണ്ടുവന്നെങ്കിൽ വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിക്കുക. ശക്തിയോടെ ആരാധിക്കുക. യെസ്, പോരാ പോരാ. ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുക ദൈവമക്കളെ, ആരാധിക്കുക. നിങ്ങൾ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുക. ഓഹോ, ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. കരമടിച്ച് ആരാധിച്ചാട്ട്, കരമടിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ശത്രുവിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്നും 1.5 ആയാലും പോകത്തില്ല. ഞാൻ ആദ്യം നിന്ന റേഞ്ചിലേക്ക് വരികയാണ്. അതേ റേഞ്ചിൽ ശുശ്രൂഷ ഇറങ്ങിയില്ലെങ്കിൽ ഒരിടയ്ക്ക് നിന്നിട്ടിറങ്ങിയ ഹല്ലേലൂയ പിന്നെ 1 കയറ്റി പിടിക്കണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ ആദ്യം നിന്ന റേഞ്ചിലേക്ക് ഞാനൊന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ ഇച്ചിരി എന്നോട് ഹല്ലേലൂയ ചേർന്ന് ആരാധിക്കുക, കരമടിച്ച് ആരാധിക്കുക. അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ ടൈം അങ്ങ് വൈകും. പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു വരിക. വായിക്കാൻ താട്ട്. ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല, കാരണം അവന്റെ ഹൃദയം കഠിനപ്പെട്ടു. പിശാചിന്റെ ഹൃദയം, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടത് കൊണ്ട് ജനത്തെ വിട്ടയക്കുവാൻ അവന് മനസ്സില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. വായിക്കാം. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം. ഫറവോൻ എവിടെ വരുമെന്നാ പറഞ്ഞത്? വെള്ളത്തിന്റെ അരികിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. നീ അവന്റെ ആമേൻ ആമേൻ നദിയുടെ തീരത്ത് നിൽക്കണം. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരും ഈ നദി തീരെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആഹാരമില്ലാതെ നമ്മൾ 21 ദിവസമൊക്കെ കാലങ്ങളായി ഉപവസിക്കുന്നുണ്ട്. 21 ദിവസം ഭക്ഷണം കഴിക്കാതെ ആമേൻ ആമേൻ വെറും ജലം മാത്രം കുടിച്ച് ഉപവസിക്കുന്നവരാണ് നമ്മൾ പലരും.
ഹല്ലേലൂയ. നിങ്ങളല്ല, ഞങ്ങള്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ വേലക്കാർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കൃപാവരം പ്രാപിച്ച് ദൈവാത്മാവിൽ നിൽക്കുന്ന പലരും ഉപവസിക്കുന്നവരാണ്. അപ്പോൾ ഹല്ലേലൂയ, ഭക്ഷണം മാറ്റിവെക്കുമ്പോഴും ജലം മാറ്റിവെക്കുന്നില്ല. ഹല്ലേലൂയ. ജലം കുടിക്കുന്നു. എല്ലാം ആമേൻ. ഒരു ദിവസം 2 ദിവസം പലർക്കും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ജലം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡി ടയേർഡായി പോകത്തില്ല. ഹല്ലേലൂയ. തളർന്നു പോകത്തില്ല. ജലാംശം നമ്മുടെ ബോഡിയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത് ഉപവസിക്കുന്ന വ്യക്തിയുടെ ആഹാരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ആഹാരവും ആത്മബലവും തരുവാൻ, അത് ആഹാരമായും ആത്മബലവും ആത്മീയ മരങ്ങളും തരുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ആരാധനയിൽ കുറവ് വരുന്നു, ആത്മാവിന്റെ അധികാരത്തിൽ കുറവ് വരുന്നു, കൂട്ടായ്മ ബന്ധത്തിൽ കുറവ് വരുന്നു. അങ്ങനെ രോഗങ്ങൾ കയറി വരുന്നു, അങ്ങനെ ദുരിതങ്ങൾ കയറി വരുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ നമ്മെ വേട്ടയാടുന്നു. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നീ നദി തീരത്ത് നിൽക്കുകയാണ്. അവൻ അവിടെ നദി തീരത്ത് ഇറങ്ങി വരും. അവനാര്? ഫറവോൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന കേട്ട, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച, ദൈവത്തിന്റെ ആത്മീയ വരം പ്രാപിക്ക ദൈവത്തിന്റെ ഭക്തന്മാർ ഉണ്ടെങ്കിൽ, ആസിമാർ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ പകൽക്കാലത്തിൽ അധികാരം ഹോളിനകത്ത് കൈമാറുന്നു, ആത്മാവിന്റെ അധികാരം കൈമാറുന്നു, ചില വിടുതലുകൾ കൈമാറുന്നു, ചിലര് ദൈവ വേലക്കാരായി മാറുന്നു, ചില ദാസന്മാർ ദാസിമാർ എഴുന്നേൽക്കുന്നു, ചില ശത്രു മിത്രമായി മാറുന്നു. നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഒതുക്കി കളയുവാൻ ആചാര ക്രിയകൾ ചെയ്ത് നിന്റെ ജീവനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരുന്ന ചില ഇസ്രായേലിന്റെ ശക്തിയെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം കാൽവരിയിൽ തകർത്തുകൊണ്ടിരിക്കുന്നു. ആരാധിച്ചോ ആരാധിച്ചോ. ഞാൻ ആത്മാവിന്റെ മണ്ഡലത്തിലേക്ക് വരിക, ആത്മാവിന്റെ ചൈതന്യത്തിലേക്ക് വരിക. ഇരുളിന്റെ അധികാരങ്ങൾക്ക് സ്ഥാനമില്ല, രോഗബന്ധനങ്ങൾക്ക് സ്ഥാനമില്ല, നിന്നെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾക്ക് സ്ഥാനമില്ല. ഇരുളിൽ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തെ ഉദിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന് നിന്നെ മറപിടിപ്പിക്കാൻ, നിന്റെ കുടുംബത്തെ മറപിടിപ്പിക്കാൻ, നിന്റെ നന്മയെ മറപിടിപ്പിക്കാൻ ദുഷ്ടൻ അധികാരമില്ല. ആരാധിച്ചാട്ട് 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 ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാട്ട്. ആരാധിക്കാൻ വന്നവരാരും മൗനമിരിക്കരുത്. ഹല്ലേലൂയ. എന്റെ മക്കളെ വിദേശത്ത് വിടണം, എന്റെ കുടുംബനാഥൻ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നീ എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. പുതിയ നന്മ, പുതിയ അനുഗ്രഹം തരുവാൻ. ഹല്ലേലൂയ. മരുഭൂമിയുടെ യാത്ര അതികഠിനമാണ്. മരുഭൂമിയിലേക്ക് കടന്നു പോകാൻ ഇരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതേ സഹോദരി സഹോദര, നിന്റെ തലമുറകൾ പോകാൻ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോളൂ. മരുഭൂമി യാത്ര അത് കഠിനമാണ്. അവിടെ ചൂടേറിയ അന്തരീക്ഷമുണ്ട്, അവിടെ വൃക്ഷങ്ങൾ തണലില്ല, ആരും താങ്ങുകളില്ല, ആശ്രയം ക്രിസ്തു മാത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലെന്ന് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ലൈഫിനകത്ത് ആർക്കെങ്കിലും വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഉദരബലം പ്രതിഫലമായി വെളിപ്പെടാൻ പോകുന്നു. മക്കളെ ദൈവം നിനക്ക് ദാനമായി നൽകാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ദാനമായി നൽകാൻ പോകുന്നു. മഹാസർപ്പത്തിന്റെ ശക്തി തകരാൻ പോകുന്നു. ചില സർപ്പശാപത്തിന്റെ ബന്ധനങ്ങൾ തകരാൻ പോകുന്നു. ചില ദുരിത കെട്ടുകൾ പൊട്ടാൻ പോകുന്നു. അതിനെ വലിച്ചാഴത്തിലേക്ക് എറിയുക, അതിനെ വലിച്ചാഴത്തിലേക്ക് എറിയുക. ആവർത്തന പുസ്തകം 28 അനുഗ്രഹങ്ങൾ വന്ന് ശുദ്ധിക്കാൻ പോകുന്നു. അനുഗ്രഹങ്ങൾ വന്ന് ശുദ്ധിക്കട്ടെ. ഈ വൽക്കാലം അനുഗ്രഹത്തിന്റെ അധിപതിയെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്. ആരാധിച്ചോ ആരാധിച്ചോ ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. ആത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ അധികാരത്തിൽ കടലിലെ തിരമാലകൾ
ആർത്തിരം വിട്ടടിച്ച് കരയിലേക്ക് തിരമാല കയറി വരുന്നത് പോലെ ആത്മാവിന്റെ അധികാരം തിര പോലെ പൊങ്ങി വരാൻ പോകുകയാണ്. ആത്മാവിന്റെ അച്ചാരങ്ങൾ തിര പോലെ പൊങ്ങി വരാൻ പോകുകയാണ്. ചില വ്യക്തികളിലേക്ക് അത് കൺവേർട്ട് ആകാൻ പോകുന്നു. ചില വ്യക്തികളിലേക്ക് അത് വ്യാപരിക്കാൻ പോകുന്നു. ചില കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിക്കാൻ പോകുന്നു. ചില ദേശങ്ങളിലേക്ക് അത് വ്യാപരിക്കാൻ പോകുന്നു. ചില മാറാ വ്യാധികളെ ദൈവ സൗഖ്യമാക്കാൻ പോകുന്നു. ചില മുടന്തർ നടക്കാൻ പോകുന്നു. ചില ഊമർ സംസാരിക്കാൻ പോകുന്നു. പക്ഷപാത രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുപ്പി, ഉണർന്നിരുപ്പി. സ്തോത്രം. ഒരു ഉണർവ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഉണർവ് നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ് വായിച്ചത്. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് വായിക്കാം. അവരോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചു. ഈ പറവാൻ പിടിച്ചു വച്ചിരിക്കുന്ന ജനം എവിടെ ഉള്ളതെന്നറിയാമോ? വാഗ്ദത്തമുള്ള ജനമാണ്. വാഗ്ദത്തമുള്ള ജനത്തെയാണ് പറവോൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. പറവോന്റെ അടിമമുഖം തകരാൻ പോകുന്നു. പറവോന്റെ അടിവേരുകൾ ഇളകാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ആ മർമ്മത്തിലേക്ക് വരുമ്പോ ദൈവാത്മാവ് എന്നോട് പറയുന്നു, അല്ല, പറവോന്റെ അടിവേരുകൾ ഇളകുന്ന കാഴ്ച. യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ കാണുമ്പോ ചില ദൈവ വേലക്കാർ രോഗികളായി തളർന്നു കിടന്ന, ചില ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന ചില ദൈവവൃത്യന്മാർ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയുടെ മേഖലകളിൽ ചില ദൈവഭക്തന്മാരെ ദൈവം വിടുവിക്കും. ചില ദൈവ വേലക്കാരെ അല്ലെങ്കിൽ ദൈവ കരം പിടിച്ചെഴുന്നേൽപ്പിക്കും. ഈ ശുശ്രൂഷ നിന്റെ അകത്ത് റിലീസ് ആകുമ്പോ, ഈ ആത്മാവിന്റെ ആചാരം നിന്റെ അകത്ത് റിലീസ് ആകുമ്പോ, നിന്റെ പൊട്ട തോക്കിനകത്ത് ചില നിറകൾ ദൈവം നിറയ്ക്കാൻ പോകുന്നു. നിന്റെ പൊട്ട തോക്കിനകത്ത് ചില നിറകൾ വീഴാൻ പോകുന്നു. ദൈവത്തിന്റെ കരവർഷന്. അതിനുശേഷം നീ വെടിവെക്കാൻ തുടങ്ങുമ്പോ അല്ലേലൂയ, നല്ല വെടി പുറപ്പെടും. ഓ, ശക്തിയുള്ളവർ ആരാധിച്ചാട്ട്, ജീവനുള്ളവരൊക്കെ ചലിച്ചു തുടങ്ങിയാട്ട് ആത്മാവിന്റെ ചലനത്തോടെ കടന്നു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഉടമാരകനെ, നിങ്ങളുടെ കരം പിടിച്ചു വെച്ച് എനിക്ക് അടിച്ചാരാധിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആരാധിക്കാം. ഹല്ലേലൂയ. ഉടമാരകനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. റീബലവൈഡം മനകേരകനെ. ഓ ഉടമാരകനം ഘടകം വൈഡയ മനകാരകനെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. വിശുദ്ധ ആരാധനകൾ മുടക്കി ഹല്ലേലൂയ ആവശ്യങ്ങൾക്ക് പോയി പണം സമ്പാദിക്കുവാൻ വേണ്ടി ഓടുന്ന ലോക ജനതയുടെ നടുവിലായിരിക്കുമ്പോ ദൈവത്തെ ആരാധിക്കുവാൻ ശാപങ്ങൾ ഏറ്റുവാങ്ങാതെ, രോഗങ്ങൾ ഏറ്റുവാങ്ങാതെ, ബന്ധനങ്ങൾ ഏറ്റുവാങ്ങാതെ ഹല്ലേലൂയ തിരുവെഴുത്തിനെ ഹല്ലേലൂയ അനുസരിക്കുന്ന, സത്യവേദപുസ്തകത്തെ അനുസരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി അല്പസമയം ശക്തിയോടെ ആരാധിച്ചു. ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുകയാണ്. നമ്മൾ ആ വാക്യം ഫുള്ളും വായിച്ചു. ഹല്ലേലൂയ. സമയപരിധിക്കുള്ളിൽ ഞാൻ വാക്കുകൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഈ ആഴ്ചകളിൽ നടക്കേണ്ട ആരാധന ചൊവ്വാഴ്ച ചേരം പ്രയർ ഉണ്ട്. വൈകുന്നേരം നമ്മുടെ പ്രയർ സെന്റർ ഉണ്ടങ്കോട് ഭാഗത്ത് ഹല്ലേലൂയ വൈകുന്നേരം 6 മണി മുതൽ അവിടെ ഹല്ലേലൂയ 8-8:30 മണി വരെയുള്ള യോഗം ഉണ്ടാകും. എല്ലാവരും കടന്നു വന്ന് സംബന്ധിക്കുക. കഴിഞ്ഞ ആഴ്ചകളിലെ യോഗങ്ങളിലൊക്കെ അനേകരെ ദൈവം കൂട്ടി വരുത്തി വളരെ കടന്നു യോഗത്തിൽ സംബന്ധിക്കുവാൻ ദൈവനാമത്തിൽ ഉറവപ്പെടുത്തുന്നു. വരുന്ന വെള്ളി, ശനി, ഞായർ 4-ാമത്തെ ആഴ്ചയാണ്. ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കും. എല്ലാ ദൈവമക്കളും കടന്നു വന്ന് സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഉറവപ്പെടുത്തുന്നു. ഇന്നത്തെ ലഘുഭക്ഷണം നേർച്ചയായി സമർപ്പിക്കപ്പെട്ട കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ അറിയിക്കുക. ഹല്ലേലൂയ. ആമേൻ. മറ്റ് ആരാധനകളെല്ലാം കൃത്യമായി നടക്കുന്നു. ആമേൻ. നമ്മുടെ പ്രയർ സെന്ററുകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രയർ സെന്ററിൽ യോഗം ഉണ്ടായിരുന്നു. വരുന്ന ആഴ്ചയിലുണ്ട്. അതിന്റെ മുമ്പിലെ ആഴ്ചകളിലൊക്കെ നടന്നു. ഇനി തുടർമാനം കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞ മാസം നമ്മൾ നടത്തി. ഈ മാസം നടത്തുവാൻ നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടി വളരെ ഭാരപ്പെടുകയാണ്. കഴിഞ്ഞ മാസത്തിലെ ബാധ്യത പോലും നമുക്ക് തീരാതിരിക്കുമ്പോൾ ഈ മാസത്തിൽ നടത്തുവാനായിട്ട് ദൈവം
ആമേ സഹായി കരങ്ങളോട് ദൈവാത്മാവ് ഇടപെടുവാനും പ്രവർത്തിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ നമുക്ക് വലിയൊരു ടീം പ്രവർത്തനത്തിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർ കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഒത്തിരി ഉപകരണങ്ങളെ ദൈവം തരുവാൻ വേണ്ടി വളരെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ധാരാളം ബാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. സഭാ ഹാളിൻ്റെ പണിയുണ്ട്, മറ്റാരാധനാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രയർ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ, കൺമക്ഷി യോഗങ്ങൾ, പരസ്യയോഗങ്ങളൊക്കെ നടത്തി വളരെ മനോഹരമായി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ ദൈവം ഒരുക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇതുപോലെ കാലഘട്ടത്തിൽ എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്